Alhamdulillah. Salatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in, amma ba'd. Ya ayyuhalladhina amanu usikum wa iyaya thaniyan bitaqwa. വിശ്വാസി ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയും, നോമ്പ് എന്നത് ഒരു ലക്ഷ്യമല്ല, അത് സ്വയം ഒരു ലക്ഷ്യമല്ല. തഖ്വ എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിനുള്ള ഒരു അവസരമായിക്കൊണ്ടാണ് നോമ്പിനെ റമദാനിൽ പരിചയപ്പെടുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അതിന് ഒരു പ്രത്യേക കാലയളവിൽ ഡ്രൈവിംഗ് കൃത്യമായിട്ട് പരിശീലിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ലൈസൻസ് നമ്മൾ എടുക്കുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന ഗ്രൗണ്ടിൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടല്ല. നഗരമധ്യത്തിൽ ആളുകളും വാഹനങ്ങളും തിരക്കുള്ള നഗരത്തിൽ തന്റെ വാഹനത്തിനും മറ്റുള്ളവരുടെ വാഹനത്തിനും ആളുകൾക്കുമൊന്നും അപായമില്ലാതെ പരിക്കേൽപ്പിക്കാതെ സുരക്ഷിതമായി വണ്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിക്കുവാനുള്ള പരിശീലനമാണ് നമ്മൾ അതിലൂടെ നേടിയെടുക്കുന്നത്. റമദാനിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്നതും അത് തന്നെയാണ്. അഥവാ റമദാനിന് ശേഷമുള്ള കാലയളവിലേക്ക് തിന്മകളും ഹറാമുകളും കൂടിക്കുഴഞ്ഞ ഒരു കാലഘട്ടത്തിൽ അതൊന്നും തന്റെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ അതിനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടുപോകാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം. അതുകൊണ്ട് തന്നെ പരിശീലനങ്ങൾക്ക് കൃത്യമായ ആക്ഷൻ പ്ലാന് ഉണ്ടായിരിക്കണം. അഥവാ അലസമായി റമദാനെ സ്വീകരിക്കുകയും അങ്ങനെ പോകുന്ന ഒഴുക്കിനനുസരിച്ചുകൊണ്ട് അതോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ല. റമദാന് മുമ്പ് പരമാവധി തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു മനസ്സുണ്ടാവുക. ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശഅബാൻ മാസത്തിലാണ് എന്ന് കാണാൻ കഴിയും. ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത തിങ്കളും വ്യാഴവും ഒക്കെ സുന്നത്ത് നോമ്പുകളൊക്കെ എടുത്തുകൊണ്ട് റമദാനിനെ ശാരീരികമായി മാനസികമായി അതിനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ പരമാവധി പുണ്യങ്ങൾ ചെയ്യാനുള്ള ഒരു മത്സര ബുദ്ധി നമ്മളിൽ ഉണ്ടാവുക. ഒരു ട്രെയിനിങ് ഡേയില് അത് കൃത്യമായി ട്രെയിനിങ് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും മാച്ച് ഡേയിൽ അയാള് തളർന്നു പോകും. അപ്പൊ അതുകൊണ്ടാണ് പല ആളുകൾ റമദാനിൽ തുടക്കത്തിലൊക്കെ ഒരു ആവേശത്തിൽ തറാവിസ്കരിക്കാനൊക്കെ ഒന്നായിട്ട് ഒഴുകി വരികയും 5-6 ദിവസം കഴിഞ്ഞാൽ അവര് തളർന്ന് പിറകോട്ട് പോവുകയും ചെയ്യുന്നത് കൃത്യമായിട്ട് അതിനുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുക്കമില്ലാത്തത് കൊണ്ടാണ്. മടിയും അലസതയിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പടച്ചവനെ അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന രക്ഷ പടച്ച തമ്പുരാനോട് തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവോട് അടുക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ ഒരാളിൽ നിന്ന് ഉണ്ടാകണം. പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഖുർആനുമായി അടുക്കാനും സമ്പർക്കം പുലർത്താനും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കൊക്കെയുള്ള മുന്നൊരുക്കങ്ങളും ഉണ്ടാകണം. റമദാനിന് വേണ്ടിയുള്ള ഒരു മിഷൻ നമ്മുടെ ഓരോ വ്യക്തി എന്നുള്ള നിലക്ക് ഉണ്ടാകണം. രാത്രി മാസം കണ്ടത് മുതൽ അന്നുള്ള തറാവി നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, അതിന്റെ സമയം, അതിനു ശേഷമുള്ള പ്രാർത്ഥനകൾ, അത്താഴത്തിന് ശേഷമുള്ള സമയങ്ങൾ, നമ്മുടെ ജോലിയാണെങ്കിൽ കൃത്യമായി ഉത്തരവാദിത്തത്തോടെയാണ് നിർവഹിക്കുന്നതെങ്കിൽ ആ ജോലിക്ക് പോലും ഒരു അമാനത്ത് നിർവഹിച്ചതിന്റെ പ്രതിഫലമായി അത് മാറണമെങ്കിൽ കൃത്യമായ നിയ്യത്തോടുകൂടി അത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇഫ്താറുകളുടെ അതൊക്കെ വലിയ ആർഭാടമായി ഒരു ലഹരിയായി മാറുമ്പോൾ ഇഫ്താറുകളൊക്കെ മിതത്വം പാലിക്കാനും ഭക്ഷണം കഴിക്കുന്നതിനേക്കാളേറെ ഭക്ഷണം കഴിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കണം. ആഹാരം കഴിക്കുക എന്നുള്ളതല്ല, ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. രാത്രിയിലെയും പകലിലെയും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ അത്രത്തോളം വിജിലന്റ് ആയിക്കൊണ്ട് തറാവി നമസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണ് എങ്കിലും പകലിലുള്ള ഇബാദത്തുകളും ദുആകളും ദിക്റുകളിലും ഒക്കെ കൃത്യമായിട്ട് അത് ഇടവേളകളിൽ നിർവഹിക്കുവാനുള്ള സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നോമ്പിൽ സമയത്ത് എപ്പോഴും നമ്മുടെ നോമ്പിൽ നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ നോമ്പുകാരനാണ്, ഇന്നീ സ്വാഹിബ് ഞാൻ നോമ്പുകാരനാണ് എന്ന് നിരന്തരം നമ്മുടെ മനസ്സിനോട് സംവദിച്ച് നോമ്പുകാരനാണ് എന്ന ഉത്കർഷബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ നോമ്പിലെ ഓരോ ദിവസവും വലുതല്ലെങ്കിലും ഒരു ചെറിയ തുകയെങ്കിലും എല്ലാ ദിവസവും സദഖ ചെയ്യാൻ, ദാനം ചെയ്യാനുള്ള ഒരു നിയ്യത്തും അതിനുള്ളൊരു പരിശ്രമവും ഉണ്ടാവുക എന്നുള്ളതാണ്. യുദ്ധത്തിൽ
ജയിക്കുന്നത് അവസാനം വരെ പോരാടുന്നവരാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ 7 മഹാപാപങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ ദീനിൽ തുടർന്നുള്ള 11 മാസക്കാലത്തേക്കുള്ള ഒരു പോരാട്ടമാണ്, അതിനുള്ളൊരു പരിശീലനമാണ്, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പോരാട്ടമാണ് റമദാൻ. അതിലെ ആദ്യത്തെ 1-2 ദിവസങ്ങളോ അവസാന ദിവസങ്ങളോ അല്ല, അവസാനമുള്ള ലൈലത്തുൽ ഖദറും അതും കഴിഞ്ഞുള്ള നാളുകളിലേക്കും ഒരേ ഈമാനിന്റെ ടമ്പർ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ, സ്വാലിമുകളിൽ സോമുകൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗം പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനും അറിവില്ലായ്മ സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ കൊണ്ട് ആൾക്കൂട്ടത്തിൽ വെച്ചും തനിച്ചിരുന്നും ഇരുട്ടത്തും വെളിച്ചത്തും ഒക്കെയായി ഒരുപാട് തിന്മകൾ, തെറ്റുകൾ, ഹറാമുകൾ ചെയ്തു പോയവരാണ് നമ്മൾ. പരിശുദ്ധമായ റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹറാമുകളായി കണ്ടുകൊണ്ട് അതിന്റെ ഗൗരവത്തെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് പാടെ അകന്നു നിൽക്കാനും നന്മകളോട് സമരസപ്പെടാനും നന്മകളിൽ മുഴുകുവാനുമുള്ള താല്പര്യം, അതിനുള്ള ഉത്സാഹം അള്ളാഹു നമ്മളിൽ എന്നും നിലനിർത്തുമാറാകട്ടെ. ജീവിതത്തിൽ ഉടനീളം സത്യവിശ്വാസവും തൗഹീദും സത്യസന്ധതയും വിശുദ്ധിയും മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു എല്ലാ തൗഫീഖും തുണയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ ഈമാനിന്റെ വിശ്വാസത്തെ, ക്ഷമയെ കൈവിടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തസ്ബീഹത്തോടെ അടിയുറച്ചു നിൽക്കുവാനും മരണം വരെ ഒരേ ഈമാനും വർദ്ധിത വീര്യത്തോടുകൂടി അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അതിന്റെ ഘനഭാരം കൊണ്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമായി മുവഹ്ഹിദായി ജീവിക്കുന്നതിന്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്, പണ്ഡിതന്മാരുടെ, സാധാരണക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ നമ്മോട് ധാരാളം ആളുകൾ വസിയത്ത് ചെയ്യുന്നു. ലക്ഷദ്വീപിലെ സജീവനായിട്ടുള്ള ISMന്റെ പ്രവർത്തകനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മാതാവ് പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, മാതാപിതാക്കൾക്ക്, സ്നേഹജനങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വരാനിരിക്കുന്ന റമദാനിലെ മുഴുവൻ നോമ്പുകളും ഈമാനോടെ ഇഖ്തിസാബോടെ നോറ്റുവിട്ടാനുള്ള താല്പര്യം, അതിനുള്ള ആയുസ്സും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.